ഹായ് ഹലോ എല്ലാവർക്കും അനൂസ് ഫിഷ് ക്ലബിൻ്റെ മലേഷ്യൻ സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മലേഷ്യൻ സീരീസ് ആകെ 2 പാർട്ടേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് 2 ദിവസം കൊണ്ട് നമ്മൾ ക്വാലാലംപൂരിൽ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. മലേഷ്യയിലെ പ്രധാന അട്രാക്ഷൻസ് ആയിരുന്നു എല്ലാം. എന്തായാലും ഇന്ന് നമ്മൾ മലേഷ്യയിലുള്ള 3rd ഡേ ആണ്. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. അതായത് നമ്മുടെ മലേഷ്യയിലെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോവേണ്ടതുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ക്വാലാലംപൂർ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് മറ്റെവിടേക്കുമല്ല, മലേഷ്യയിലുള്ള വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു ദ്വീപ സമൂഹമായിട്ടുള്ള ലങ്കാവിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ എയർപോർട്ടിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഈ ഫ്ലൈറ്റും ഏകദേശം 45 മിനിറ്റ്സ് ഡിലേ ആയിരുന്നു. അപ്പോൾ ബോർഡിംഗ് ഒക്കെ ലേറ്റ് ആയതിൻ്റെ ചെറിയൊരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും 1 മണിക്കൂറല്ലേ ഉള്ളൂ, അത് കാരണം പെട്ടെന്ന് എത്തും. നമ്മൾ പോകുന്നത് ഒരു ഐലൻഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ഫുൾ ബീച്ചിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് കാണട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല നീല കളറിലുള്ള ബീച്ചാണ്. ഫുൾ ബീച്ചിൻ്റെ മുകളിലൂടെ പോകണോണ്ട് തന്നെ ഇപ്രാവശ്യം എയർ ഹോസ്റ്റസിൻ്റെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. 1 അവർ ഫ്ലൈറ്റ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഏകദേശം 45 മിനിറ്റ് 50 മിനിറ്റ് കൊണ്ട് തന്നെ ലാൻഡ് ചെയ്യാൻ പോവാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലാണ് ലാൻഡ് ചെയ്യുന്നത് തോന്നുന്ന രീതിയിലായിരുന്നു കേട്ടോ. അത്രയും ബീച്ചിനടുത്താണ് നമ്മുടെ എയർപോർട്ട്. അങ്ങനെ നല്ല വൃത്തിയുള്ള എയർപോർട്ടാണ്, പക്ഷെ ചെറിയ എയർപോർട്ടായിരുന്നു ഇത്. അവിടെ ഇറങ്ങിയപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് ക്യാബ് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രാബ് വിളിക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ ആൾ വന്നിട്ട് ഗ്രാബിൻ്റെ അതേ റേറ്റിൽ നമ്മളെ കൊണ്ടുപോകാം, ഇന്നത്തെ ദിവസം വേണമെങ്കിൽ കറങ്ങാനുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല, നേരെ അതിൽ കയറി. അപ്പോഴേക്കും സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. നേരെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ പരിപാടി. അങ്ങനെ ലങ്കാവിയിലെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ക്വാലാലംപൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലങ്കാവി ഭയങ്കര ഗ്രാമപ്രദേശമാണ്. ഭയങ്കര പച്ചപ്പും ഹരിതാപമൊക്കെ നിറഞ്ഞ നല്ലൊരു ഗ്രാമം. ക്വാലാലംപൂരിൽ നമുക്ക് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ലങ്കാവിൽ അത് കിട്ടാൻ സാധ്യതയില്ലെന്ന് നമുക്കറിയായിരുന്നു. എന്തായാലും പ്യുവർ വെജ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടി. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോവാണ്. റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് 3ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസവും ക്ലൈമറ്റ് നമ്മളെ നല്ല രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു എല്ലാ സ്ഥലത്തും. എന്തായാലും നമ്മൾ നമ്മുടെ റൂമിൽ പോയി ലഗേജൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ യാത്ര തുടരുന്നത്. ലങ്കാവിൽ ഒരുപാട് പേര് വരുന്ന ബീച്ചാണ് ഈ ചെനാങ് ബീച്ച്. അതിൻ്റെ അടുത്ത് ഈ ടോക്മാൻ ഇന്നിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഒരു ചെറിയ സെറ്റപ്പാണ് കേട്ടോ, പക്ഷെ നമ്മുടെ ബീച്ചിൻ്റെ അടുത്താണ്, അതായത് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ നമ്മുടെ റേറ്റ് വെച്ച് നോക്കുമ്പോഴും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബുക്ക് ചെയ്തത്. എന്തായാലും ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ലങ്കാവിയിലത്തെ വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ്. ഇവിടേക്കുള്ള യാത്ര തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മുടെ വയനാട്ടിലൊക്കെ പോയൊരു പ്രതീതി തോന്നി. പിന്നെ നമുക്ക് വന്ന മറ്റൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കിയപ്പോൾ ഗ്രാബ് പോലെയുള്ള എല്ലാ ടാക്സീസിലും കാർഡ്സ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെല്ലാം കാർഡിലാണ് കൂടുതലും പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കറൻസി ആയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ കറൻസി മാത്രമേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെയുള്ള ATM കയറിയിട്ട് കറൻസി എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പല ഹോട്ടൽസിലും അവർ കാർഡ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ലങ്കാവിയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കറൻസി ആയിട്ട് തന്നെ കയ്യിൽ പിടിക്കണം. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെയാണ് കേട്ടോ. നമ്മൾ യൂറോപ്പിലും ദുബായിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ട്രാഫിക് അവിടെയും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ട്രാഫിക്കേ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത്രയും സുഖകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഏകദേശം 1/2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ വൈൽഡ് ലൈഫ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് എല്ലാം നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ കാണുന്ന ബേർഡ്സിനൊക്കെ കൊടുക്കാനുള്ള തീറ്റയാണ് ഇതിൽ. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. എക്സ്ട്രാ 10 RM കൊടുത്തിട്ടാണ് നമ്മളത് എടുത്തത്. ഇതുപോലെ അവരുടെ എൻട്രിക്കുള്ള ടിക്കറ്റൊക്കെ നമുക്കിങ്ങനെ മേലെ കൊട്ടിച്ച് തന്നു അവർ. അതിനുശേഷം എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഒരു ഫോട്ടോ സെഷനാണ്.
നമ്മളെല്ലാവരെയും അവിടെ ഇരുത്തി ആ ബേർഡിനെ നമ്മുടെ കയ്യിൽ തന്നിട്ട് അവർ ഫോട്ടോസ് എടുപ്പിക്കും. എക്സിറ്റിൻ്റെ അവിടെ അവർ നമുക്കത് തരും. അത്യാവശ്യം നല്ല കാശ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടും. എന്തായാലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നീട് ഉള്ളിലേക്ക് കയറിയത്. കിളികൾക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യമുള്ള രീതിയിലുള്ളൊരു വൈൽഡ് ലൈഫ് പാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അടച്ച് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ അവരൊന്നും എവിടേക്കും പോകുന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ പോയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ വരുന്നവരിങ്ങനെ തീറ്റ കൊടുത്തിട്ടായിരിക്കും. അതിൻ്റെയൊക്കെ വയറ് ഫുള്ളായിരുന്നു. കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്തായാലും ഈ ട്രിപ്പിൽ അബിക്കുട്ടൻ ഏറ്റവും ഹാപ്പി ആയിട്ട് കണ്ടത് ഇവിടെ എത്തിയപ്പോഴാണ്. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് അവർ തന്ന തീറ്റയിൽ പല വിത്തുകൾ, ക്യാരറ്റ്, ആപ്പിൾ അങ്ങനെ പലതും ഉണ്ട്. ഓരോന്നിനും എന്താ കൊടുക്കേണ്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൊതിയോടുകൂടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവരായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ആർക്കോ വേണ്ടി കഴിക്കുന്ന പോലെയാണെങ്കിൽ ഇവർ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു, നമ്മളൊരു പാമ്പിനെ ഇങ്ങനെ തുറന്ന് വിട്ടിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ. പിന്നെ ഞാൻ ഉണ്ടാവും കേട്ടോ, പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അവിടെ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കൈ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം പാമ്പിനെ തൊട്ട് നോക്കാമെന്ന് പറഞ്ഞു അവർ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാമ്പിനെ ഒന്ന് തൊട്ട് തലോടി കൊടുക്കുന്ന നിമിഷമാണിത്. അതൊരു ഭാഗത്തിരിക്കുന്നൊന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഇങ്ങനെ ഇഴഞ്ഞു പോവുമായിരുന്നു. അവരിങ്ങനെ അതിനെ എടുത്ത് മുകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ടത് താഴേക്ക് പോകുമ്പോൾ എന്തായാലും ഞാൻ തൊടുന്ന് കണ്ടപ്പോഴേക്കും അബിക്കുട്ടന് ഇൻട്രസ്റ്റായി. അവൻ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് തൊടാൻ റെഡിയായിട്ട് വന്നു. അമ്മ ഇതെല്ലാം കണ്ടു പേടിച്ച് ഞാൻ ഈ നാട്ടുകാരിയല്ലേ എന്നും പറഞ്ഞ് ദൂരെ പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെടുത്ത് കഴുത്തിലൊന്നും ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്യാറുണ്ടെന്ന്. അങ്ങനെ അവിടെ പോയി ഇരുന്നു. അങ്ങനെ ആദ്യമായിട്ട് പാമ്പിനെയൊക്കെ കഴുത്തിൽ ചുറ്റി കുറച്ച് നേരം ഇരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ പാമ്പിനെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എന്തായാലും കുറച്ച് നേരത്തേക്കാണെങ്കിലും അതൊരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അടുത്തത് അതിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കയ്യിൽ തീറ്റിട്ട് കിളികൾ വരുന്നത്. ഇതിന് പിന്നെ ആനന്ദും അബിക്കുട്ടനും അച്ഛനും എല്ലാവരും ഇരുന്നു കേട്ടോ. അബിക്കുട്ടന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരും ഇരുന്ന് കണ്ടപ്പോൾ അവനൊരു ധൈര്യത്തിലിരുന്നതാണ്. പക്ഷെ അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. എന്തായാലും ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്നത് എല്ലാവർക്കും മുതലായി എന്ന് തോന്നിയെന്ന് പറഞ്ഞാണ് സത്യം. ഹൈവേയിൽ കാറും ബൈക്കും പോകുന്ന ലാഘവത്തിലാണ് നമ്മുടെ മയിലും താറാവ് കുട്ടികളൊക്കെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നത്. മയിലിൻ്റെ പീലൊക്കെ ഇവിടുത്തെ പോലെയാണെങ്കിലും കളറ് കുറച്ച് വൈറ്റ് കളറായിരുന്നു. ഇവിടെയുള്ള വാഷ്റൂമിൻ്റെ മുകളിലാണ് നമ്മുടെ മയിൽ പീലി വിടർത്തി ആടുന്നത്. എന്തായാലും പക്ഷികൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കേട്ടോ. അവരിങ്ങനെ ശരിക്കും വിഹരിച്ച് നടക്കുന്നതായിരുന്നു ഇവിടെ. പക്ഷികൾ മാത്രമല്ല, വേറെ കുറേ ജീവികളുണ്ട്. ആദ്യമായിട്ടാണ് അബിക്കുട്ടനൊരു കങ്കാരുവിൻ്റെ കുട്ടീനൊക്കെ നേരിട്ട് കാണുന്നത്. എന്തായാലും
ഒരുപാട് സമയം അവിടെ നടന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അരാപ്പൈമ വരെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം മാറ്റി നേരെ ബീച്ചിലേക്ക് പോവാണ്. ഏകദേശം 5 മിനിറ്റ് നടന്നപ്പോഴേക്കും നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. സൺസെറ്റ് ഇങ്ങനെ ആവാറായി വരികയായിരുന്നു. നമുക്ക് എങ്ങാനും സൺസെറ്റ് മിസ്സാവുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് സമയത്ത് തന്നെ ബീച്ചിലെത്തി. ഈ ബീച്ച് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനത്തെ നീല വെള്ളമുള്ള ബീച്ചായിരുന്നില്ല. ഉള്ളത് നല്ല വൃത്തിയുള്ള ബീച്ചായിരുന്നു. പിന്നെ ഫോണൊന്നും എടുത്തില്ല കേട്ടോ. നമ്മളെല്ലാവരും ബീച്ചിലിറങ്ങി അതിനുശേഷം സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കരയിലേക്ക് കയറി വന്നത്. എന്നിട്ട് കുറച്ച് നേരം ഇവിടെയുള്ള ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് റൂമിലേക്ക് മടങ്ങിയത്. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലെത്തി ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങുകയാണ് ചെയ്തത്. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിറ്റേന്ന് രാവിലെ എണീച്ചു. നമ്മളെല്ലാവരും ഫ്രഷായി അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് ബ്രെഡും അതുപോലെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ടേസ്റ്റി നൂഡിൽസിൻ്റെ പുലാവ് ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കാരണം അടുത്ത് പോവാൻ എളുപ്പത്തിലുള്ള നല്ല ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. നമ്മൾ നേരെ പോകുന്നത് ലങ്കാവിയിലേക്ക് വരുന്ന ആരും ഒരിക്കലും മിസ്സാക്കാൻ ഒരു സാധ്യതയില്ലാത്ത സ്കൈ ബ്രിഡ്ജിലേക്കാണ്. നമ്മളെല്ലാവരും ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടുകൂടി ശരിക്കും കാത്തിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മഴ നമ്മളെ അനുഗ്രഹിച്ചു എന്ന്. അന്ന് നമ്മൾ വണ്ടിയിൽ കയറിയതിന് ശേഷം നല്ല മഴ. നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ടുള്ള 4th ഡേ ആണെന്ന് 3 ദിവസം ക്ലൈമറ്റ് നല്ല രീതിയിൽ അനുഗ്രഹിച്ചു. പക്ഷേ ഇന്ന് തുടക്കത്തിൽ തന്നെ മഴയായപ്പോൾ ചെറുതായിട്ടൊന്ന് ടെൻഷനായി പോയിട്ടോ. കാരണം സ്കൈ ബ്രിഡ്ജിലെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണണമെങ്കിൽ നല്ല ക്ലൈമറ്റ് ആവണം. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ റെയിൻകോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഇറങ്ങി നമ്മളിനി സ്കൈ ബ്രിഡ്ജിലേക്ക് പോകാനുള്ള കേബിൾ കാറിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. അമ്മമാരൊക്കെ പറയായിരുന്നു ഞങ്ങളെ കണ്ട ഏതോ അന്യഗ്രഹത്തിൽ പോയി വരുന്ന ആരെങ്കിലും പോലെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും മഴ ചെറുതായിട്ടൊന്ന് തോർന്നു എന്ന് തോന്നി. ഇവിടേക്കുള്ള ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. സ്കൈ ബ്രിഡ്ജിലേക്കുള്ള എൻട്രിയുടെ ടിക്കറ്റ്, അതുപോലെ തന്നെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ്, പിന്നെ കേബിൾ കാറിൽ ഇറങ്ങിക്കഴിഞ്ഞ് ബ്രിഡ്ജിലേക്ക് പോകാനൊരു ലിഫ്റ്റ് ഇറങ്ങണം, അതിൻ്റെ ടിക്കറ്റ്. അങ്ങനെ 3 ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേബിൾ കാറിന് നല്ല തിരക്കുണ്ടാവും എന്നുള്ള ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രയോറിറ്റി പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ പ്രയോറിറ്റി പാസ് ഉള്ളതുകൊണ്ട് തന്നെ 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കയറി. ഇവിടുന്നും നമ്മൾ പോകുമ്പോഴുള്ള വ്യൂസ് അടിപൊളിയായിരുന്നു. നല്ല കോടമഞ്ഞ് കാണുന്നുണ്ടായിരുന്നു ദൂരെ. ആ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഭംഗി ഇത്തിരി കുറയ്ക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മളവിടെ ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര മഴ. നമ്മളൊരു 10-20 മിനിറ്റോളം അവിടെ നിന്നു. ആ സമയത്താണെങ്കിൽ നമ്മുടെ സ്കൈ ബ്രിഡ്ജ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ എൻട്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം എപ്പോഴാണ് ക്ലോസ് ചെയ്ത് ഇനി ഓപ്പൺ ആക്കാമെന്ന് പറയാൻ പറ്റിയില്ല. വെതർ ക്ലിയർ ആയാൽ മാത്രമേ അവർ നമ്മളെ അതിലേക്ക് വിടുള്ളൂ. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ മലേഷ്യ വരെ വന്നിട്ട് സ്കൈ ബ്രിഡ്ജിൽ കയറാൻ പറ്റാതിരിക്കുമല്ലോ എന്നുള്ള വിഷമം കാരണം ഇങ്ങനെ എല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ശരിക്കും പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയെങ്കിലും സ്കൈ ബ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ആക്കണേ, മഴയൊന്ന് പോകണേ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മളെല്ലാവരും നിന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കുറേശ്ശെ കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം മഴ ചെറിയ രീതിയിൽ കുറഞ്ഞു, മഞ്ഞൊക്കെ ചെറുതായിട്ട് പോയി. അതുപോലെ തന്നെ ആ സമയത്താണ് നമ്മൾ ആ ന്യൂസ് കേട്ടത്, അതായത് സ്കൈ ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന്. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. പിന്നെ നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല. പെട്ടെന്ന് സ്കൈ ബ്രിഡ്ജിൽ എത്തുന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങാനും വീണ്ടും മഴ വന്ന് വീണ്ടും ക്ലോസ് ആയാലോ, അപ്പോൾ അതിന് മുന്നേ അവിടേക്ക് എത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ കേബിൾ കാർ ഇറങ്ങിയതിന് ശേഷം സ്കൈ ബ്രിഡ്ജിലേക്ക് പോകാൻ ഒന്നെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങണം, അതല്ലെങ്കിൽ ഈ ലിഫ്റ്റ്, ഇതിൻ്റെ പേരെന്തായിരുന്നു പറയുന്നത് ഞാൻ മറന്നുപോയി, എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അമ്മമാരുള്ളതുകൊണ്ട് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും അതും അപ്പോഴേക്കും ഓപ്പണായി. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇറങ്ങുകയാണ് സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താൻ.
എന്തായാലും അമ്മമാരുടെ പ്രാർത്ഥന ഫലിച്ചു. നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറി മഴയൊക്കെ നിന്നു. നമ്മൾ സ്കൈ ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഏത് സൈഡിലേക്ക് നോക്കിയാലും ഭയങ്കര അടിപൊളി വ്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പാമ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുന്നത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വിഷമുള്ള ടൈപ്പ് പാമ്പുകളാണെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അവിടുന്ന് നമ്മൾ കുറേ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ശരിക്കും സ്കൈ ബ്രിഡ്ജ് നമ്മൾ മുതലാക്കി തന്നെ വേണം പറയാൻ. ഇവിടേക്കും കയറുമ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളോട് വാങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മൾ വാങ്ങാനൊന്നും നിന്നില്ല. ഇവിടുന്ന് നടന്നു പോവുകയാണെങ്കിൽ കേബിൾ കാറിൻ്റെ അവിടേക്ക് എത്താൻ 324 സ്റ്റെപ്സ് നടക്കണം, അല്ലെങ്കിൽ ഇതിലാണ് പോകേണ്ടത്. നമ്മൾ ദുബായിലും യൂറോപ്പിലൊക്കെ കണ്ട പോലെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, 2 പേരുടെ പേര് എഴുതിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സ് മുകളിലേക്ക് കയറിയ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ പോയി വ്യൂസൊക്കെ നോക്കി. ഈ കാണുന്നതാണ് കേട്ടോ ബ്രിഡ്ജ്. ഇവിടെയാണ് നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് വന്നു. ഇവിടെയും എവിടെ തിരിഞ്ഞു നോക്കിയാലും നല്ല നല്ല ഫ്രെയിംസാണ്. നമ്മളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് പതുക്കെ ഇറങ്ങിയത്. നമുക്ക് ദൂരെയുള്ള ബീച്ചും കാണാം ഇവിടുന്ന് നോക്കുമ്പോൾ. നമ്മൾ വീണ്ടും കേബിൾ കാറിൽ കയറി യാത്ര ചെയ്യാണ്. ഈ കാണുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി. അപ്പോഴേക്കും ഉച്ചയായി. എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. പോകുന്ന വഴിക്ക് നല്ല അടുത്തായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാം കേട്ടോ. നമ്മൾ ദുബായ് എയർപോർട്ടിലാണ് ഇത്രയും അടുത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച അതേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോഴൊന്നും വീഡിയോസ് എടുത്തില്ല. അതിനുശേഷം നമ്മൾ നേരെ ഐലൻഡ് ഹോപ്പിങ്ങിന് വരികയാണ്. ഇതിൻ്റെ ടിക്കറ്റും നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ബോട്ടിൽ കയറ്റി അവർ കുറച്ച് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് തിരിച്ചാക്കും. ഏകദേശം 2-2.5 മണിക്കൂറുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഒന്നിൽ നമ്മൾ മാത്രമാവില്ല, ഏകദേശം ഒരു 15 മുതൽ 20 ആൾക്കാർ വരെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ യാത്ര ഇവിടുന്ന് ആരംഭിച്ചു. 2:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് 2:30 തന്നെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൂരെയുള്ള മല കാണിച്ചു തരാൻ കേട്ടോ. അതിന് പ്രഗ്നൻറ്റ് ലേഡി എന്നാണ് പറയുന്നത്. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഇങ്ങനെ കിടക്കുന്ന പോലെ ഇല്ലേ കാണാൻ. ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫസ്റ്റ് ഐലൻഡിലെത്തി. ഇവിടെ നമുക്ക് 1 മണിക്കൂർ സമയമാണ് തന്നിട്ടുള്ളത്. അതിനുശേഷം ഇതേ ബോട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഐലൻഡിലേക്ക് വരുന്നവർക്ക് ഇങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നമ്മൾ വീണ്ടും ചെറിയൊരു ടിക്കറ്റ് എടുക്കണം. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഐലൻഡ് ഹോപ്പിംഗ് ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. പിന്നീട് ഇവിടെ വീണ്ടും ഒരു ടിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമുക്കൊരു ഡൗട്ട് തോന്നി. എന്തായാലും കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ അമ്മമാരവിടെ ഇരുന്നു, ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. ഇവിടെ നമുക്ക് ഈ ലൈക്കിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ സ്വിമ്മിങ് ചെയ്യാം, അതുപോലെ തന്നെ കയാക്കിങ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ സ്വിമ്മിങ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ പടരാൻ ചാൻസ് ഉണ്ടെന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അവിടേക്ക് നടന്ന് പോവുക, അവിടെയുള്ള കാഴ്ചകൾ കാണാൻ തിരിച്ചു വരിക. ഇവിടെയാണ് വേണമെങ്കിൽ സ്വിമ്മിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യേണ്ടത്. വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. എന്തായാലും 2 കുരങ്ങന്മാരും ഭയങ്കര സീരിയസ് ആയിട്ട് അവരിന്ന് ശ്രദ്ധിച്ചിട്ടാണ് അവരുടെ പണി ചെയ്യുന്നത്. ആ കാര്യത്തിൽ അവരെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ വന്ന് നമ്മുടെ ബോട്ടിൽ കയറി. ഇതിൻ്റെ പേര് നമ്പർ 500 ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതിന് പേരിട്ടു 500. നല്ല പേരല്ലേ. അങ്ങനെ നമ്മുടെ ഐലൻഡ് ഹോപ്പിങ്ങിലെ അടുത്ത പരിപാടി ഈഗിൾ ഫീഡിംഗ് ആയിരുന്നു.
ബോട്ട് അവിടെ നിർത്തി നമ്മുടെ ഡ്രൈവർ അതിൽ നിന്ന് ചിക്കൻ എടുത്തു, എന്നിട്ട് ഇവിടേക്ക് ഇട്ട് കൊടുത്തു. എല്ലാ ബോട്ടും ഇവിടെ നിന്ന് സ്ഥിരം കൊടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ ഈഗിളുണ്ടായിരുന്നു. ഈ ലങ്കാവിയും അതുപോലെ തന്നെ ഈഗിളും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. ഒരു മലായ് വേർഡായിട്ടുള്ള ഹെലിംഗ് എന്നുള്ള വേർഡിൽ നിന്നാണ് ലങ്കാവി വന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ഈഗിൾ എന്നാണ്. അതുപോലെ തന്നെ ഈ മലായുടെ ഹിസ്റ്ററിയിലും ലിറ്ററേച്ചറിലും ഈഗിളിന് ഭയങ്കര ബന്ധമുണ്ട്. അതായത് അവർ പറയുന്നത് ഈഗിൾ സിംബലൈസ് ചെയ്യുന്നത് തന്നെ പവറിനെയും സ്ട്രെങ്ത്തിനെയൊക്കെയാണ് എന്നാണ്. എന്തായാലും അങ്ങനെ കുറേ നേരം ഈഗിൾ വാച്ചിങ്ങിനൊക്കെ ശേഷം നമ്മൾ നമ്മുടെ അടുത്ത ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇറങ്ങി ഇവിടെയും നമുക്ക് 1 hour സമയം തന്നിരിക്കുന്നത് സ്പെൻഡ് ചെയ്യാൻ. ഇവിടുത്തെ ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കളറുള്ള വെള്ളമായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളെ പോലെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ ഐലൻഡ് ഹോപ്പിംഗ് കഴിഞ്ഞോടുകൂടി സൺസെറ്റ് ആവാറായി. നമ്മൾ ഇന്ന് നേരെ തിരിച്ച് ക്വാലാലംപൂരിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. പോകുന്ന വഴി നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് നിർത്തി 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. സൺസെറ്റ് ആവാറായതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ബോർഡിംഗ് ആവാൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ക്വാലാലംപൂരിൽ തന്നെ എത്തി. ഇനി നമ്മൾ ക്വാലാലംപൂരിലേക്ക് പോകുന്നില്ല, കാരണം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നാളെ നമ്മൾ പോകുന്നത് പുത്രജയിലേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ പാകത്തിന് അടുത്തുള്ള സ്ഥലത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് കയറിയപ്പോഴേക്കും നട്ടപ്പാതിരയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. എന്തായാലും പെട്ടെന്ന് ഫ്ലാറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് Airbnb തന്നെയാണ്. 2 ബെഡ്റൂമും ഹാളും കിച്ചണുമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആദ്യം താമസിച്ച Airbnb-യേക്കാളും ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതായിരുന്നു കാഴ്ച. അതുപോലെ നമുക്ക് കുറച്ച് വെൽക്കം സ്നാക്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ട എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നു. ഇത് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം തലേ ദിവസം ഉറങ്ങാൻ ഇത്തിരി ലേറ്റായല്ലോ. അപ്പോൾ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി ഏകദേശം ഒരു 11-11:30 കൂടിയാണ് ചെക്ക് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അബിക്കുട്ടനും ഭയങ്കര ഹാപ്പിയായി. അവന് നല്ല കിഡ്സ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അതും സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ പൂൾ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ കയറി. അപ്പോഴേക്കും അബിക്കുട്ടൻ അവിടെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് പുത്രജയയിലേക്കാണ്. മലേഷ്യയിലെ ഒരു പ്രധാന നഗരവും അതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രമാണ് പുത്രജയയിലുള്ളത്. പോകുന്ന വഴി റോഡിലെ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണാൻ പോകുന്നത് പുത്രജയ മോസ്കാണ്. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ മോസ്കിൻ്റെ കളറ് നല്ല പിങ്ക് കളറാണ് കേട്ടോ മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് പിങ്ക് മോസ്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനു മുന്നേ നമ്മൾ അബുദാബിയിൽ പോയപ്പോഴാണ് ഗ്രാൻഡ് മോസ്കിൽ പോയിട്ടുള്ളത്. എന്തായാലും നമ്മൾ മോസ്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോവാൻ. അത് നമുക്ക് അവരവിടുന്ന് തരും. അങ്ങനെ ഞങ്ങളും പോയി അവരുടെ ഈ ഡ്രസ്സൊക്കെ വാങ്ങി വന്നു. ഇനി മോസ്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം.
ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെങ്കിൽ കൂടി ഇതൊരു ആരാധനാലയം കൂടിയാണ്. അതിൻ്റേതായിട്ടുള്ള സൈലൻസ് ഇവിടെ നല്ല രീതിയിലുണ്ടായിരുന്നു. മോസ്കിൻ്റെ ഉൾവശമായാലും കാണാൻ അതീവ ഭംഗിയുള്ളതായിരുന്നു. ഇതിൻ്റെ ഉള്ളിലെ ഈ കളർ കോമ്പിനേഷൻസ് ആയാലും നിലത്തുള്ള കാർപ്പറ്റ് ആയാലും അതുപോലെ തന്നെ ചുമരിലുള്ള ചിത്രങ്ങളായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. വിവിധ ഭാഷകളിലുള്ള ഖുറാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഉള്ളിലൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പുറത്ത് വന്ന് പുറത്തെ കാഴ്ചകളോടി കുറച്ച് നേരം കണ്ടു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഹോട്ടലിൽ പോയി അവിടെയും നമ്മൾ തപ്പിപ്പിടിച്ചൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഈ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജ് കേട്ടോ. റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ചെറിയ രീതിയിലുള്ള മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളെ മഴ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു. കാരണം ഇവിടെ വന്നിട്ട് ഈ 5 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമാണ് ഒരു അരമണിക്കൂർ മഴ നമ്മളെ ബുദ്ധിമുട്ടിച്ചത്. ബാക്കിയെല്ലാം മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ഇൻഡോർ ആക്ടിവിറ്റിയിലേക്ക് ആയതുകൊണ്ട് തന്നെ മഴ പെയ്താലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്നത് പുത്രജയിലുള്ള വെറ്റ്ലാൻഡ് സ്റ്റുഡിയോയിലേക്കാണ്. ഏതോ ഒരു അത്ഭുത ലോകത്ത് എത്തിയ ഫീലായിരുന്നു അബിക്കുട്ടൻ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മളും ഏതൊരു അവിസ്മരണീയമായിട്ടൊരു ലോകം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലത്തെത്തിയ ഫീലായിരുന്നു നമുക്കും. ഇത് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തരുന്ന ഒരു ഇൻഡോർ തീം പാർക്കാണ്. ഇവിടെ നമുക്ക് വേരിയസ് എക്കോ സിസ്റ്റംസ്, മാമൽസ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, ട്രീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഈ വാളിൽ നമ്മളിങ്ങനെ തൊട്ട് കഴിയുമ്പോൾ ബട്ടർഫ്ലൈസ് വരും. അതുപോലെ തന്നെ എല്ലാ കുട്ടികളുടെയും പ്രിയപ്പെട്ട ആളാണ് ഡൈനോസേഴ്സ്. അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇളകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ. ഇവിടെയൊക്കെ ഒരു ജുറാസിക് വേൾഡിലെത്തിയ ഫീലായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളെത്തിയത് വാട്ടർ വേൾഡിലായിരുന്നു. കടലിലുള്ള ജീവികളും അതിൻ്റെ ലോകവും. ഇത് ജെല്ലി ഫിഷിൻ്റെ ലോകം. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് കളർ ചെയ്യാം. അത് നമുക്ക് അവിടെ സ്ക്രീനിൽ കാണും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ദിനോസറിനെ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ദിനോസർ സ്ക്രീനിലൂടെ ഓടി നടക്കുന്നത് കാണാം. ഈ കാണുന്നതൊക്കെ പലരും കളർ ചെയ്തിട്ടുള്ള ഡിനോസേഴ്സാണ്. ഇത് അബിക്കുട്ടൻ കളർ ചെയ്ത ദിനോസറാണ്. അതാണ് ഇത്ര സന്തോഷം അവന്. അങ്ങനെ സ്റ്റുഡിയോയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തൂടെ നടന്ന് കാണാൻ ഒരുപാട് പുൽത്തകിടിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ ഗാർഡനിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. രാത്രി 10:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കൊരു 8 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിൽ എത്തിയാൽ മതി. അപ്പോൾ അതിനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ അത്രയും സമയം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ വണ്ടിയായിട്ടുള്ള വെൽഫെയറൊക്കെയാണ് ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നത്. നമ്മളെന്തായാലും എയർപോർട്ടിലേക്ക് പോയത് വെൽഫെയറിലാണ്. അങ്ങനെ അതിൽ കയറാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായി. ഏകദേശം 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ മലേഷ്യയിൽ നിന്ന് ബൈ ബൈ പറയാണ്. ഇതാണ് നമ്മുടെ ഈ ട്രിപ്പിലെ മലേഷ്യയിലെ ഫൈനൽ പ്ലേസ്. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങൾ തന്നെയായിരുന്നു. അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു. നമ്മുടെ പാരൻസിനെ കൂട്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വരണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന പോലെയല്ല, അവരെയും കൊണ്ട് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അവർക്ക് പറ്റുന്ന ഭക്ഷണം കിട്ടണം. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട്
കൂടുതൽ അത് ശ്രദ്ധിക്കണം. അവർക്ക് പറ്റുന്ന ഭക്ഷണം കിട്ടണം, അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം നടക്കാൻ പറ്റുന്ന രീതിയിലും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ഒരുപാട് ട്രെക്കിംഗ് അങ്ങനെയൊന്നും പാടില്ല. പിന്നെ അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, അവർക്ക് അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സന്തോഷം കൂടും. അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് നന്നായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം. പിന്നെ ക്ലൈമറ്റ് ആയാലും ഒരുപാട് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നതിനേക്കാൾ കാശ്മീരൊക്കെ പോയിട്ട് വരാറായപ്പോഴേക്കും അവർക്ക് ഭയങ്കര തണുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ലാത്ത നമുക്ക് ആലോചിച്ചപ്പോൾ ഒരു 4 മണിക്കൂർ ദൂരമേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ സെലക്ട് ചെയ്തത് മലേഷ്യയാണ്. കാരണം പെട്ടെന്ന് പോയി വരാനും പറ്റും, വേറെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയ സ്ഥലം മലേഷ്യ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടൊരു ട്രിപ്പ് ഇട്ടത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ ഏകദേശം ഈ 5 ഡേയ്സ് കൊണ്ട് എന്തൊക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചു. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അമ്മമാർക്കായാലും അച്ഛനായാലും സ്ഥലങ്ങളൊക്കെ ഒരുവിധം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഗ്രാബ് വിളിക്കുമ്പോൾ കിട്ടാൻ ഡിലേ ആവുക, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ഹോട്ടലിൽ തപ്പി കുറച്ചൊരു നടക്കേണ്ടി വരിക, അങ്ങനെയുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ച് എയർപോർട്ടിലെത്തിയത്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ഇവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ബോർഡിങ്ങിന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും അതൊക്കെ ആലോചിച്ച് ഒരു ഉറക്കം കഴിയും കൂടി ചെയ്തപ്പോഴേക്കും നമ്മൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് ഊബർ വിളിച്ച് നമ്മളെല്ലാവരും വീട്ടിലെത്തി സുഖമായിട്ട് കടന്നുറങ്ങണം. ഇപ്പോൾ രാവിലെ ഏകദേശം 2:15 സമയം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വ്ളോഗും ഇവിടെ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് നമ്മുടെ കൂടെ മലേഷ്യയിലേക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു മെമ്പറായിട്ട് യാത്ര ചെയ്ത നിങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ മലേഷ്യൻ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.